എറണാകുളം തൃപ്പൂണിത്തുറയിൽ +2 വിദ്യാർത്ഥിയെ കാണാനില്ല എന്ന് പരാതി. തൃപ്പൂണിത്തുറ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ആരോൺ ജോഷിയെ 10 ദിവസം മുൻപാണ് കാണാതായത്. ഹിൽ പാലസ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, 10 ദിവസമായെന്ന് പറയുമ്പോൾ ഇപ്പോഴാണോ പരാതി നൽകുന്നതോ നേരത്തെ തന്നെ പരാതി നൽകിയതാണോ കുടുംബം? വിഷ്ണു, ഉന്മേഷ, പരാതി കുട്ടിയെ കാണാനില്ലാത്ത 2ാം ദിവസം തന്നെ കുടുംബം ഹിൽ പാലസ് പോലീസിൽ നൽകിയിരുന്നു. 23-ാം തീയതി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോയതാണ്. പക്ഷേ വൈകിട്ട് ആരോൺ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. തുടർന്ന് 2 ദിവസം ആ പരിസരത്ത് ആരോണിനെ കണ്ടു എന്ന് ചില ആളുകൾ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ആരോൺ എങ്ങോട്ട് പോയെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുടുംബം പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതായി കാണുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കുടുംബം വലിയ ആശങ്കയിലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ട്രാപ്പിൽ ആളുകൾ പെടുത്തിയതാണോ എന്ന സംശയം കുടുംബത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി തന്നെ പോലീസിന്റെ ഭാഗത്ത് ഇടപെടൽ വേണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. 18 വയസ്സാണ് ആരോണിന്റെ പ്രായം. വീട്ടിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. വീട്ടുകളുമായി വലിയ സൗഹൃദത്തിലായിരുന്നു എന്ന് പറയുന്നു. മൊബൈൽ ആരോണിന്റെ പക്കലില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അമ്മയുടെ ഫോണിൽ നിന്നാണ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിരുന്നത്. അതിൽ ചില സൗഹൃദങ്ങളൊക്കെ അടുത്തുള്ള മറ്റ് പ്രദേശത്തുള്ള കുറച്ച് കുട്ടികളുമായ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇവരൊപ്പം പോയതാണോ അല്ലെങ്കിൽ മറ്റെന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ആരോണിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലും പരിശോധനയും ഒക്കെ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉന്മേഷ്, ശരി. ഏതായാലും ഈ വിഷയത്തിൽ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്കാണ് ഇനി. സ്കൂളിൽ പോയിട്ട് വന്നില്ല. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിൽ ഉത്സവമാണ്, തൃപ്പൂണിത്തുറ പോട്ടെ അമ്പലത്തിൽ. ആ ഉത്സവത്തിന് അവിടെ ഉണ്ടാവും എന്നുള്ള ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടി പോയി. അളിയനും ഞാനും അമ്മായിയുടെ മക്കളും എല്ലാവരും പോയി. പിന്നെ സ്കൂളിലെ പ്രിൻസിപ്പാൾ കുട്ടികളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരും പോയിട്ട് ഇങ്ങനെ നോക്കി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു കുട്ടി സ്റ്റേജിൻ്റെ അവിടെ നിന്ന് ആരോൺ അമ്പലത്തിൻ്റെ അവിടെ ഫ്രണ്ടിൽ നിൽക്കണ കണ്ടു. അപ്പോൾ ആ കുട്ടി ഇവനെ പിടിക്കാനായിട്ടപ്പോൾ അവനെ കണ്ടപ്പോഴത്തേക്കും മുങ്ങിക്കളഞ്ഞു. പിന്നെ കണ്ടല്ലോ. പിറ്റേ ദിവസം ഇതേപോലെ ജസ്റ്റ് അവിടെ കണ്ടു എന്ന് പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.